അപ്പൂസേ എങ്ങടെ പോവാ? ഏതനാടില്? എന്തിന്? കുളിക്കാൻ. വീട്ടിൽ കുളിക്കാൻ സ്ഥലമല്ല അല്ലേ? കുഞ്ഞാവനെ കൊണ്ടുവന്നത് കുളിക്കാനാണോ? വൈകുന്നേരമായി. അപ്പൂന് കനാലിൽ പോണം പറഞ്ഞതുകൊണ്ട് ഏത് സമയം അടിയാ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ കനാലിൽ പോവാ. കുറച്ചൊക്കെ പോണം കേട്ടോ. അപ്പൂനെ കുളിപ്പിക്കാൻ പോവാ കനാലില്. അടിച്ച് നനച്ച് കുളിപ്പിക്കാൻ പോവാ അപ്പൂസിനെ. അല്ലേ അപ്പൂ? ആ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. ഇവിടെ ചെറിയ കനാല്. ഈ കനാലായിട്ട് ബന്ധപ്പെട്ട് അവള് അവള് വണ്ടി ഓടിക്കുക ചേട്ടായിയുടെ മേത്തേക്ക് തുപ്പലം. അപ്പതാ അമ്പലത്തില് സന്ധ്യ ആയിട്ടോ. അന്നേരട്ടോ നമ്മള് പോണത്. നിറച്ചും പണിയുണ്ട് വീട്ടില്. ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മള് പോവാണ്. എന്തായാലും കനാലിച്ച നമ്മളുണ്ടല്ലോ എന്നും ഇവനെ കൊണ്ട് വരാറുള്ള ആ സ്ഥലത്ത് കടവില്ലല്ലോ, ആ കുളിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ നിറച്ച് ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ ആ ചിരി പോയി. അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോവുക വേറെ ഏതോ ഒരു സ്ഥലം. ചേട്ടൻ കൊണ്ടുപോകണ്ടേ എവിടെയാ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടലില്ല. ഇതുപോലെ ചേട്ടൻ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരുമല്ലോ പതിവ്. നമ്മളിപ്പോ റബ്ബർ പാർക്കിലോട്ടോ പോണത്. റബ്ബർ പാർക്ക്. അതെ, റബ്ബർ പാർക്ക് എത്തി. നിറച്ച് ഭായിമാരാണേ. ഭായിമാരാണ് തോന്നുന്നു അവിടെ നിന്ന് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതൊരു കനാലാ. ഇതാണ് റബ്ബർ പാർക്ക് കേട്ടോ. റബ്ബർ പാർക്ക് എത്തി നമ്മൾ. എവിടെയാന്ന് അറിയാൻ മേല. കണ്ട നിറച്ച് ഭായിമാരാ. ഈ റബ്ബർ പാർക്കിൽ ജോലി ചെയ്യണ ഭായിമാരാ. അങ്ങനെ നമ്മൾ കുളിക്കണോടത്ത് എത്തിയേക്കാട്ടോ. അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. കണ്ട നമ്മള് സ്ഥിരം ഇടയ്ക്കൊക്കെ വരാറുള്ള സ്ഥലത്ത് നിറച്ച് ആൾക്കാരാ. അപ്പൊ അതായത് നമ്മൾ അങ്ങോട്ട് വന്നു. അപ്പൂനിപ്പോൾ ഇത് കണ്ടപ്പോ കേട്ടോ എനിക്ക് പേടിയാവാണ്. കേട്ടോ ഈ ചേട്ടൻ ഇറങ്ങും കേട്ടോ. ചേട്ടാ താഴത്തോട്ട് പോണ്ട. എനിക്ക് പേടിയാട്ടോ സത്യം പറഞ്ഞ വെള്ളം. അപ്പൊ ഇറങ്ങണേ ഇപ്പൊ അപ്പൊ പേടിച്ചിരിക്കും കേട്ടോ. അവിടെ നിന്നാതേ പെണ്ണുണ്ട് കേട്ടാ. പെണ്ണിറങ്ങണ്ടോടി പാപ്പു. പാപ്പു ഇല്ല ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. എനിക്ക് പേടിയാ. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാ. എന്നാന്ന് അറിയാൻ വെള്ളം തോടും കുളമൊക്കെ കാണുമ്പോൾ നേരത്തെയൊക്കെ തോട്ടിലൊക്കെ കുളിക്കുമായിരുന്നു സ്ഥിരം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള. പക്ഷേ ഇപ്പം പേടിയാ. അപ്പൂസിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കേട്ടോ. കൊച്ചിനെ കണ്ടു. നീ കുളിക്കാൻ വന്നാണോടാ? ഐശ്വരി എൻ്റെ അമ്മേ. അവന്റെ കൂട്ടുകാരെ വന്നിട്ട് ഒറ്റ ചാട്ടം. പൊന്നി അവന് നീന്താനറിയാം. അപ്പൊ കുഴപ്പമില്ല. അവന്റെ വീട് ഇവിടെ അടുത്താ. അവനക്ക് സ്ഥിരം വന്നത് അവിടെ. വലിയ വെള്ളം ഇല്ല കേട്ടോ. അതാരും കുഴപ്പമില്ല. അയ്യോ കണ്ടോ നീർക്കോലി. പാമ്പിനെ കണ്ടാലും രണ്ടും കേറി. നീർക്കോലി. അയ്യോ അപ്പു പേടിച്ച്. പാമ്പാന്ന് അവന് പേടിയാ. ചേട്ടൻ പിടിക്കണോ? ദൈവമേ അപ്പൊ ഇതിന് നീന്താനറിയില്ല പാവം.
എന്ത് പോകുമ്പോ ഒരു പാമ്പിനെ കുറിച്ച് ഭയങ്കര ഡിസ്കസാ. ആ ശരിയായില്ലെന്ന് ചേട്ടൻ നീന്തി കണ്ടോ. അതിൽ കൂടെ ഒഴുകി തന്നെ ഒരു ചാക്കിട്ട് കണ്ടോ. ഇത് ഭയങ്കര കഷ്ടമാട്ടോ. അത് കണ്ടോ, ആൾക്കാർ വേസ്റ്റ് ഇട്ട് ഒഴുക്കി വിടുന്നതാ. എന്തും നന്നാവും കണ്ട. ഭയങ്കര കഷ്ടമാട്ടോ അല്ലേ. ഇതുപോലെ വേസ്റ്റൊക്കെ കെട്ടി ഇങ്ങനെ ഒഴുക്കി വിടുന്നതൊക്കെ ആൾക്കാർ കുളിക്കണതൊക്കെ അല്ലേ. കണ്ടോ എന്തെന്നാവും ആർക്കറിയാം. കണ്ട ചെരുപ്പ് ഉള്ള വേസ്റ്റുകളൊക്കെയാണ്. ഇവിടെ നിറച്ച് ഭായിമാരൊക്കെ താമസിക്കുന്നത്. അവരാണോ മലയാളികളാണോ എന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ മതിയാക്കി പോവാട്ടോ. അപ്പൂസ് അപ്പൂസിനെ കുളിപ്പിച്ചിട്ട് പോവാ. സന്ധ്യയായി. മറ്റവന് തണുക്കാത്. ചുമ്മാ ഒരു രസം, പിള്ളേരെ കൊണ്ട് ഒരു രസം. അവൻ കുറേ നാളായി ഇങ്ങനെ പറയണു എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇനി ചാടാൻ പോവാ. അപ്പൂനെ കണ്ടാലും അവൻ്റെ കൂട്ടുകാരൻ വന്നതാ. അപ്പം ഞങ്ങൾ പോവാ. അവനെ കുളിപ്പിച്ചിട്ട് പതുക്കെ വീട്ടിലോട്ട് പോവാ. അപ്പം ഇത്രേ ഉള്ളൂ.